ഭഗവത് ഭജനം നടക്കാത്ത സമയത്തുള്ള ആ ഒരു ചൂട് നമ്മളെ എപ്രകാരം ബാധിക്കുമെന്നത് കഴിഞ്ഞ വരിയിൽ നമ്മൾ കണ്ടു. എന്നാൽ ഭഗവത് ഭജനം നടക്കുന്ന സമയത്ത് ആ ചൂട് തന്നെ നമുക്ക് അനുഗ്രഹമായി തീരുന്നത് എങ്ങനെയെന്നത് രണ്ടാമത്തെ ഈ വരിയിൽ കാട്ടുന്നു. അതായത് ആ താപം നമ്മുടെ ഉള്ളിലുള്ള എല്ലാ മാലിന്യങ്ങളെയും നീക്കിക്കളയുന്നു. ആ വെള്ളം മാത്രമല്ല, ഉഷ്ണകാലത്ത് വെള്ളത്തിനടിയിലുള്ള ചളി പോലും അതിൽ ഉണങ്ങിപ്പോകുന്നു. ആ ഉണങ്ങുന്ന ചളി എന്നത് അവന്റെ അജ്ഞാനമാണ്. ആ ഉള്ളിലുള്ള അഹന്ത അല്ലെങ്കിൽ അജ്ഞാനം നശിക്കുന്നതോടുകൂടി യഥാർത്ഥ കൈവല്യം എന്ന പ്രാപ്തിയിലേക്ക് എത്താനായുള്ള പരിശ്രമം ആരംഭിക്കുന്നു. ആ കൈവല്യ പ്രാപ്തി അവനെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരും. ആ എത്തിച്ചേരുന്ന സമയത്താണ് ആ യഥാർത്ഥമായ ഭഗവാന്റെ വഴി എന്നത്. ആ ഭഗവാനും താനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ലെന്നും തൻ്റെ ഉള്ളിലുള്ളതും ആ ഭഗവത് ചൈതന്യം തന്നെയാണെന്നും അറിയുന്ന ആ ഒരു നിമിഷമാണ് ഏറ്റവും വലിയ ആത്മസാക്ഷാത്കാരം എന്നത്. അതിലേക്ക് എത്താനും ഈ താപങ്ങൾ അഥവാ ജീവിതത്തിലെ ദുരിതങ്ങൾ വന്നു പെട്ടാൽ കൂടിയും അത് ഈശ്വരാരാധന കൊണ്ട് അത് പരിപൂർണമായും മാറിപ്പോയി ആ താപം കൊണ്ട് തന്നെ ആ താപം തന്നെ നമുക്ക് അനുഗ്രഹമായി മാറുമെന്ന അവസ്ഥ ഇവിടെ നമുക്ക് കാട്ടിത്തരികയാണ് രണ്ടാമത്തെ വരിയിൽ ആചാര്യം ചെയ്യുന്നത്. വിഷയസംബന്ധമായ ആസക്തി നശിക്കുമ്പോൾ ആത്മസാക്ഷാത്കാരം ഉണരുകയായി. ആ പ്രകാശപൂരിതമായ അവസ്ഥ എപ്രകാരം എന്നത് ഭാഗവതത്തിൽ ധ്രുവന്റെ കഥയിലൂടെ നമുക്ക് കാണാം. അകത്ത് കിട്ടിയതിനെ പുറത്തും കിട്ടുന്ന അവസ്ഥ. സാക്ഷാൽ മഹാവിഷ്ണു മുന്നിലെത്തിയ നേരം അത്രയും നേരം ധ്യാനിച്ചു നിന്നിരുന്ന ധ്രുവനെ പെട്ടെന്ന് തന്നെ തന്റെ അകത്ത് ആ തെളിഞ്ഞു നിന്നിരുന്ന ആ രൂപം ഇല്ലാതായി. ആ രൂപം, ആ ബുദ്ധിയിൽ തെളിഞ്ഞു നിന്നിരുന്ന പ്രകാശമാനമായ ഭഗവത് രൂപം ഇല്ലാതായ സമയത്ത് അവൻ പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കിയപ്പോൾ അകമേ കണ്ട രൂപം അതാ മുന്നിൽ തന്നെ നിൽക്കുന്നു. ആ കണ്ണു തുറന്നപ്പോൾ ആ അതേ രൂപം മുന്നിലെത്തിയ നേരത്ത് ആ ആഹ്ലാദം എത്രയെന്നത് വർണ്ണിക്കാനാവാത്തതായി. എന്തു വേണമെന്ന് ചോദിച്ച ഭഗവാനോട് ആ ധ്രുവം പറയുന്ന വാക്കുകൾ നമുക്ക് ഏവർക്കും ഒരു പ്രചോദനമാണ്. കാരണം എനിക്ക് മറ്റൊന്നും വേണ്ട ഭഗവാനെ, സദാ അങ്ങയുടെ തൃപ്പാദ ഭക്തി ഒന്നു മാത്രം മതി. അതുപോലെ തന്നെ ആ ഭക്തി ഒരു മഹാനദി പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് സദാ ആ ഭക്തിയിൽ മുഴുകി കഴിയുന്ന ഭക്തരുടെ പവിത്രമായ ഹൃദയത്തിലാണ്. ആ ഹൃദയത്തിൽ എപ്പോഴും ഒഴുകി നിൽക്കാൻ അപ്രകാരമുള്ള ആ പവിത്ര ഹൃദയരായിട്ടുള്ളവരുടെ സത്സംഗം മാത്രം മതി എനിക്ക്. അതുകൊണ്ട് മാത്രമേ ആ അമൃതപാനം പോലുള്ള അവിടുത്തെ ആ തീവ്രമായ ഭക്തി കൊണ്ട് ഒന്ന് മാത്രമേ ഈ ഉഗ്ര സംസാരത്തിലെ യാത്രയ്ക്ക് ഏകപരിഹാരമുള്ളൂ എന്ന് ധ്രുവൻ പറയുന്നതും നമുക്ക് ഭാഗവതത്തിൽ കാണാം. 3 വ്യത്യസ്ത വരികളിലൂടെ 3 വിധം ഭക്തിഭാവത്തിനെ പറ്റി ആചാര്യൻ വ്യക്തമായൊരു സൂചനയാണ് തരുന്നത്. അതായത് ആദ്യത്തെ വരിയിൽ ഭഗവാനിൽ വിമുഖതയുള്ളവർക്ക് വന്നുപെടുന്ന താപം പോലെ, രണ്ടാമത്തെ വരിയിൽ ഭഗവാനിൽ ഭക്തിയുള്ളവർക്ക് ആ ഒരു അനുഗ്രഹം, ആ അനുഗ്രഹത്തിനെ എപ്രകാരം ശോഭായമാനമാക്കുന്നു എന്നതിനെ പറ്റി മൂന്നാമത്തെ വരി. ഒരു ഉഷ്ണകാലത്ത് അനുഭവിക്കുന്ന താപം നമ്മുടേതായ ദുരിതങ്ങളായി കണക്കാക്കപ്പെടുമെങ്കിൽ ആ ദുരിതങ്ങൾ വരെ നമുക്ക് അനുഗ്രഹമായി മാറുന്നതിനെ പറ്റി രണ്ടാമത്തെ വരിയിൽ പറഞ്ഞു. മൂന്നാമത്തെ വരിയിൽ ആ അനുഗ്രഹവശം എപ്രകാരം ഒരു തേജസ്സിന്റെ രൂപത്തിൽ നമ്മിലേക്ക് എത്തുന്നു എന്നതിനെ പറ്റിയാണ് പറയുന്നത്. ഗ്രീഷ്മകാലത്ത് സൂര്യന് താപം പോലെ തന്നെ പ്രകാശവും വളരെ വലുതായി ഉണ്ട്. ആ വളരെ വലുതായി വരുന്ന പ്രകാശം എപ്രകാരം നമ്മളിൽ അനുഗ്രഹമായി ആത്മതേജസ്സായി വളരുന്നു എന്നതിനെ പറ്റി സൂചിപ്പിക്കുന്നു. അനുഗ്രഹം നമ്മുടെ സർവ പാപമംഗലങ്ങളെയും നശിപ്പിച്ച് ആത്മതേജസ്സായി വളരുമ്പോൾ അത് ഭഗവാന്റെ ആ തൃക്കൈകളുടെ ശോഭായമാനമായ ആ ഒരു രംഗമാണ് ഇവിടെ കാണുന്നത്. ആഭരണങ്ങളുടെ ശോഭ കൊണ്ടും സുദർശന ചക്രത്തിന്റെ പ്രഭ കൊണ്ടും ശോഭായമാനമായിരിക്കുന്ന ഭഗവാന്റെ ആ തൃക്കൈകളുടെ തേജസ് പോലെ തന്നെ നമ്മുടെ ഉള്ളിലും ആത്മതേജസ് ഉണരുകയായി.